ശരിക്കും അതൊരു അത്ഭുതമാണ്. ജസ്പ്രീത് ബുംറയെ പോലുള്ള ഒരു ലോകോത്തര ബോളറെ സിക്സറോടെ വരവേൽക്കുക എന്നാൽ ഇന്നത്തെ കാലത്ത് അത്ഭുതമാണ്, മഹാത്ഭുതമാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിലെ 43ാമത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് ഓപ്പണർ ജെയ്ക്ക് ഫ്രാസർ മെഗ്യൂർക്ക് അങ്ങനെ ഒരു കാര്യമാണ് സാധിച്ചത്. വെടിക്കെട്ടെന്നാൽ ഇതായിരുന്നു. ഒരു ബോളറെയും ബഹുമാനമില്ലാതെ ഇനിയിപ്പോൾ ബുംറയാണെങ്കിലും വന്നാട്ടെ എന്ന മട്ടിൽ ബാറ്റ് ഏന്തിയ ഫ്രാസർ നേരിട്ട് ആദ്യ പന്ത് ബൗണ്ടറി പായിച്ചു തുടങ്ങിയ അദ്ദേഹം 27 പന്തിൽ 84 റൺസ് നേടിയാണ് പുറത്തായത്. 11 ഫോറും 6 സിക്സറും ഉൾപ്പെടെയാണ് ഫ്രൈസർ തകർത്താടിയത്. നേരത്തെ പറഞ്ഞതുപോലെ മുംബൈയുടെ സ്റ്റാർ പേസർ ബുംറയെ പോലും കടന്നാക്രമിച്ചുകൊണ്ടുള്ള ആ ഒരു വരവ്. ആദ്യ ഓവറിൽ 19 റൺസാണ് മെഗ്യൂർക്ക് അടിച്ചെടുത്തത്. രണ്ടാം ഓവറിൽ 18 റൺസും, മൂന്നാം ഓവറിൽ 18 റൺസും, നാലാം ഓവറിൽ 14 റൺസും, അഞ്ചാം ഓവറിൽ 20 റൺസുമാണ് ആ സമയത്ത് ഡൽഹി നേടിയത്. എന്നാൽ ആറാം ഓവറിൽ 3 റൺസ് മാത്രമാണ് ബുംറ വിട്ടുകൊടുത്തത്. അല്ലായിരുന്നെങ്കിൽ പവർ പ്ലേക്കുള്ളിൽ തന്നെ ഡൽഹി കഴിഞ്ഞ മത്സരത്തിൽ മുംബൈക്കെതിരെ 100 കടക്കുമായിരുന്നു. അവരുടെ വിജയത്തിന് അടിത്തറയിടുകയായിരുന്നു മെഗ്യൂർക്ക്. മുംബൈ എറിഞ്ഞ രണ്ടാം ഓവറിൽ സിക്സറോടുകൂടിയാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ. യാതൊരു ഭയവുമില്ലാതെ കടന്നാക്രമിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമാവാതെ 92 റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിക്കാനും ഡൽഹിക്ക് ആ സമയത്ത് സാധിച്ചു. വെറും 15 പന്തിൽ നിന്നാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയത്. ഇത് രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം 15 പന്തിൽ ഈ IPL അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു തട്ടുതകർപ്പൻ ഇന്നിംഗ്സിന് ശേഷം കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന പേരുകളിൽ ഒന്നുകൂടിയാണ് മെഗ്യൂർക്ക്. ആരാണ് ഈ മെഗ്യൂർക്ക് എന്നാണ് അതിനുശേഷമുള്ള ആരാധകരുടെ ചോദ്യം. 49.40 ശരാശരിയും 237.50 സ്ട്രൈക്ക് റേറ്റും ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. 22 ഫോറും സിക്സറുമാണ് അദ്ദേഹം നേടിയത്. ഡൽഹി ക്യാപിറ്റൽസ് താരങ്ങളുടെ വേഗ 50 എന്ന റെക്കോർഡ് ഇപ്പോൾ മെഗ്യൂർക്കിന്റെ പേരിലാണ്. പവർ പ്ലേക്കുള്ളിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഡൽഹി താരമായി മെഗ്യൂർക്ക് കഴിഞ്ഞ മത്സരത്തോടെ മാറുകയുണ്ടായി. ഡൽഹിയുടെ പവർ പ്ലേയിലെ ഉയർന്ന സ്കോറായിരുന്നു കഴിഞ്ഞ ദിനം പിറന്നത്. പീയൂഷ് ചൗളയാണ് മെഗ്യൂർക്കിന്റെ കുതിപ്പിനെ പൂട്ടിയത്. മുംബൈയുടെ എല്ലാ ബോളർമാരും ആ സമയത്ത് നന്നായി തന്നെ തല്ലുവാങ്ങി. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ സർപ്രൈസ് ആണ് മെഗ്യൂർക്ക്. അപ്പോൾ ആരാണ് ഈ ഫ്രൈസർ മെഗ്യൂർക്ക് എന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് വാർണർക്ക് പകരം ഒരുപക്ഷെ ഡേവിഡ് വാർണറേക്കാൾ അപകടകാരിയായ ഒരു ബാറ്റർ എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ബാറ്ററിയാണ് ഡൽഹിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസ് ഈ സീസണിനിടയിലാണ് അദ്ദേഹത്തെ ടീമിലെത്തിച്ചത്. ഓസ്ട്രേലിയയുടെ ടോപ്പ് ഓർഡർ ബാറ്ററാണ് ഫ്രൈസർ. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം. ആദ്യ കളിയിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടി മെഗ്യൂർക്ക് ഫ്രൈസർ വരവറിയിക്കുകയുണ്ടായി. 35 പന്തുകളിൽ നിന്നും 55 റൺസാണ് അദ്ദേഹം നേടിയത്. 187.14 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 5 സിക്സും 2 ഫോറും ഉൾപ്പെട്ടതായിരുന്നു ആദ്യ ഇന്നിംഗ്സ്. അതേസമയം ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് ഇപ്പോഴും ഫ്രൈസറുടെ പേരിലാണ്. 29 പന്തിലായിരുന്നു ഫ്രൈസർ മറ്റൊരു മത്സരത്തിൽ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ റെക്കോർഡ് സെഞ്ചുറി ഈയിടെ നേടിയത്. നേരത്തെ 31 പന്തുകളിൽ നിന്നും സെഞ്ചുറി നേടിയ എബി ഡിവില്ലിയേഴ്സിന്റെ പേരിലായിരുന്ന റെക്കോർഡാണ് അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളിൽ മറികടന്നത്. 2019 അണ്ടർ 19 ലോകകപ്പിനുള്ള OC സ്ക്വാഡിൽ ഇടം നേടിയിരുന്നു ഒരു ഘട്ടത്തിൽ ഫ്രൈസർ മെഗ്യൂർക്ക്. എന്നാൽ ആ സമയത്ത് ഒരു വിനോദയാത്രക്കിടെ ഒരു കുരങ്ങൻ മാന്തിയതോടെ ഫ്രൈസറെ അവർ തിരിച്ചയക്കുകയായിരുന്നു. നേരത്തെ താരലേലത്തിൽ ഒരു ടീമും ഫ്രൈസറിന് വേണ്ടി കൈ ഉയർത്താതെ വന്നതോടെ അദ്ദേഹം അൺസോൾഡ് ആയിരുന്നു ഈ താരലേലത്തിൽ. എന്നാൽ ടൂർണമെന്റിന്റെ ലുങ്കി എങ്കിടിക്ക് പരിക്കേറ്റതോടെ പകരക്കാരനായിട്ടാണ് അദ്ദേഹത്തെ ഡൽഹി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചത്. അതൊരു വൻ വിജയമായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 മത്സരങ്ങളാണ് ഇതുവരെ അദ്ദേഹം IPL കളിച്ചത്. അതിലാകട്ടെ 3ലും അർദ്ധ സെഞ്ചുറി നേടാനും ഫ്രൈസർ മെഗ്യൂർക്കിന് സാധിച്ചിട്ടുണ്ട്. ലക്നൌവിനെതിരെ 35 പന്തിൽ 55, ഗുജറാത്തിനെതിരെ 10 പന്തിൽ 20, ഹൈദരാബാദിനെതിരെ 18 പന്തിൽ 65, ഗുജറാത്തിനെതിരെ 14 പന്തിൽ 23, മുംബൈക്കെതിരെ 27 പന്തിൽ 84 എന്നിങ്ങനെയാണ് ഈ സീസണിലെ മെഗ്യൂർക്കിന്റെ ബാറ്റിംഗ് സ്കോറുകൾ. 104 പന്ത് നേരിട്ട് 247 റൺസാണ് അദ്ദേഹം ഇതിനകം അടിച്ചെടുത്തത്. അപ്പോൾ ഈ ഒരു ഫോമിൽ കുതിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയൻ ടീമിൽ തീർച്ചയായും അദ്ദേഹത്തിനും ഇടം കിട്ടുമെന്ന് ഉറപ്പാണ്. മത്സരശേഷം തന്റെ ബാറ്റിംഗ് അപ്രോച്ചിനെ കുറിച്ച് ഫ്രൈസർ പറഞ്ഞതും കൗതുകം നിറഞ്ഞ വാക്കുകളായിരുന്നു. ആദ്യ പന്തിൽ തന്നെ 6 അടിക്കുകയാണ് എൻ്റെ റോൾ. സിംഗിളോ ഡബിളോ തൻ്റെ ബാറ്റിൽ നിന്ന് വരണമെങ്കിൽ അത് തനിക്ക് ടൈമിംഗ് പിഴച്ചതാവണം, അല്ലെങ്കിൽ ഓവറിൻ്റെ അവസാനത്തെ പന്തിലാവണം. എല്ലാ പന്തുകളിലും അടിച്ചു തകർക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇതുപോലെ റൺസ് അടിക്കാൻ മികച്ച ടൈമിംഗ് കൂടെ വേണമെന്നാണ് തൻ്റെ ബാറ്റിംഗ് ശൈലിയെക്കുറിച്ച് ഫ്രൈസർ മെഗ്യൂർക്ക് മത്സരശേഷം പറഞ്ഞത്. അപ്പോൾ ബുംറയെ സിക്സോടെ വരവേൽക്കുന്ന ലോക ക്രിക്കറ്റിൽ ഒരു പന്തിനെയും പേടിയില്ലാത്ത മറ്റൊരു താരം കൂടി ഈ IPLോടുകൂടി ഉദയം ചെയ്തിരിക്കുകയാണ്. അയാളുടെ പേരാണ് ജെയ്ക്ക് ഫ്രാസർ മെഗ്യൂർക്ക്. റിമെമ്പർ ദ നൈം.